ഹായ് ബേബീസ്, നമുക്കിന്ന് നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കിയാലോ? അപ്പോൾ ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നത് ചിക്കൻ കറിക്കാണ്. അപ്പോൾ ആദ്യം അത് ഉണ്ടാക്കട്ടാ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചണ്ടിക്കോഴിയാണ് കേട്ടോ. അപ്പോൾ കുറച്ചധികം വേവുള്ള കോഴി തന്നെയാണ്. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു കുക്കർ എടുത്തതിന് ശേഷം അതിലേക്ക് ചിക്കൻ കഴുകി വെച്ചത് ഇട്ടിട്ട് ആ മുട്ട മാറ്റി വെക്കണം കേട്ടോ. അല്ലെങ്കിൽ അടിയിൽ പെട്ടാൽ മുട്ട പൊട്ടിപ്പോകും. അതുകൊണ്ട് അത് കുറച്ച് മാറ്റി വെക്കുക. എന്നിട്ട് 3 ഉള്ളി, 2 തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1.5 സ്പൂൺ മുളക് പൊടി, 2 സ്പൂണ്, ചെറിയ സ്പൂണാണെങ്കിൽ 2 സ്പൂണ് മസാലപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഉപ്പ്, 2 പച്ചമുളക്, കറിവേപ്പില, ചപ്പുപുദീന ഒക്കെ ഇട്ടിട്ട് നല്ലോണം കുഴച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ച മുട്ടയില്ലേ അതും വെച്ചതിന് ശേഷം ആവശ്യത്തിന് വെള്ളം 1 സ്പൂൺ ഓയിലും ഒഴിച്ചതിന് ശേഷം മൂടി വെച്ചിട്ട് 5 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യട്ടോ. 5 വിസിൽ തീ കൂട്ടി വെച്ചിട്ടാണ് 5 വിസിൽ, കുറച്ചിട്ടാണെങ്കിൽ 4 വിസിൽ. അപ്പം നമ്മുടെ ചിക്കൻ കറി റെഡി. ഇത് കാണുമ്പോൾ ഭംഗിയൊന്നും ഉണ്ടാവില്ല, കുരുമുളക് കൂടുതലുള്ളതുകൊണ്ടാട്ടോ. അടുത്ത റെസിപ്പിയാണ് നെയ്ച്ചോർ. ഇത് വെറും സിമ്പിളല്ലേ. നമ്മളെ കുക്കർ തന്നെ വെച്ചിട്ട് ഓയിലോ നെയ്യോ ഒഴിച്ചതിന് ശേഷം ഉള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക ഒക്കെ ഇട്ടതിന് ശേഷം ഒന്ന് വഴറ്റിയെടുക്കട്ടെ. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് വെള്ളം എടുക്കേണ്ടത്. ഞാനിവിടെ വെറൈറ്റി ആയിട്ട് ഒന്ന് കോമ്പിനേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് തേങ്ങാപ്പാലിൻ്റെ നെയ്ച്ചോറാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇതിൻ്റെ അളവിൽ തന്നെ ഞാൻ ഇവിടെ 3 ഗ്ലാസ് അരിക്ക് വേണ്ട വെള്ളം ഒഴിച്ചിട്ട് തേങ്ങാപ്പാലിൻ്റെ പാലൊഴിച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ നെയ്ച്ചോറും ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട്. എൻ്റെ റെസിപ്പി ട്രൈ ചെയ്യണം, ഫീഡ്ബാക്ക് അറിയിക്കണം. പപ്പടം കൂട്ടിയിട്ട് ഒരു പൊടി പിടിക്കാം നമുക്ക്.